ഗൈസ് ഇന്നൊരു സൺഡേ വ്ലോഗ് ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ്സിലെ ദിവസമാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡാൻസ് യൂണിഫോം. സാരിയാണ്. എങ്ങനെയുണ്ട്? ചൂപ്പറായിട്ടോ. അങ്ങനത്തെ ഞാൻ എൻ്റെ വീണ്ടും വഴി കൂടെ പോയി നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ നടക്കണ്ടേ പറഞ്ഞിട്ട് കുറച്ച് പട്ടിഷു കാണിക്കാൻ വേണ്ടി പട്ടിഷു കാണിച്ചു. ഒരു പട്ടി അങ്ങോട്ട് ഒന്ന് പേടിച്ച് നാറി അങ്ങോട്ട് ഇല്ലാണ്ടായി പറഞ്ഞ അങ്ങോട്ട് ഇല്ലാണ്ടായിരിക്കണം ഞാൻ. പിന്നെ ഞാൻ പോയി നോക്കുമ്പോൾ ഐശ്വര്യ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങണേ ഉള്ളൂ. എന്താ ചെയ്യാലേ, ഞങ്ങൾക്ക് 1:30 ഡാൻസ് ക്ലാസ്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എത്ര മണിക്കാണ്? 2 മണിക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് കയറിയത്. കാരണം ദൈ വിളിച്ചിരിക്കുന്ന ഒരാൾ കാരണമുണ്ട്. പിന്നെ വിളിക്കുമ്പോൾ പിന്നെ ഒന്നും പറയാനും പറ്റില്ല. അവിടെ ഞങ്ങൾ ഓട്ടോയിലെല്ലാം കൊണ്ട് മിണ്ടാതിരിക്കുന്ന ഇരിപ്പാണ് കാണുന്നത്. പിന്നെ ഉമ്മർത്ത് പോണ ആൾ പഞ്ചോലിയുടെ ആളായിട്ട് ഞങ്ങൾ ചീത്ത അങ്ങോട്ട് അനങ്ങി അങ്ങോട്ട് നടക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡാൻസ് ക്ലാസ് എത്തി. ഡാൻസ് ക്ലാസ് എത്തിയപ്പോൾ നോക്കുമ്പോൾ സാർ ഫസ്റ്റ് ഭജന പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ 3 പേരെ അങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാശ് ഈ ഒരു ചെറുതിനെ കണ്ടത്. ഈ ചെറുത് കളിക്കുന്നുണ്ട്. ഞങ്ങൾ സീനിയേഴ്സിൻ്റെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി കുറേ നേരം അവിടെ അങ്ങോട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് കാണുന്നത്. പിന്നെ ജൂനിയേഴ്സൊക്കെ ഞങ്ങൾ കടത്തി വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യാലേ. പിന്നെ ഞങ്ങൾ 2 സ്റ്റെപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അങ്ങോട്ട് കുഴച്ചിലായി, മേലുവേദനയായി, കാലുവേദനയൊക്കെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഒരുപാട് നേരം ഇരുന്നെങ്കിൽ സാറിന് നല്ല കേൾക്കുന്ന അറിയാനായിട്ട് ഞങ്ങൾ അടുത്ത ഡാൻസിൽ പ്രിപ്പറേഷൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി. പിന്നെ ഇത് പഠിപ്പിക്കുന്നത് ഒരു സ്കൂളിൽ വെച്ചിട്ടാണ്. ഈ ഒരു സ്കൂൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അത്ര അങ്ങോട്ട് നടന്ന് കുഴഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ ഗൈസ്, ഞങ്ങളുടെ മുഖം കരിവണ്ടുകൾ പറഞ്ഞു. ഇതാണ് കരിവണ്ടുകൾ. പിന്നെ വിശപ്പിൻ്റെ വീടിൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ഞങ്ങൾ വീട്ടിൽ മെല്ലെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ടാറ്റ ബൈ പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിലേക്കും പോയി. ഞാൻ ടാറ്റ ബൈ പറഞ്ഞിട്ട് എൻ്റെ വഴി കൂടെ ഞങ്ങൾ മെല്ലെ മെല്ലെ നീങ്ങാൻ തുടങ്ങി. പിന്നെ ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ഞാൻ പോവുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള ഗൈസ്, ടാറ്റ ബൈ, സീ യു.